പോയി നമ്മൾ എവിടെയോ നീലക്ക എത്തി. ഷാപ്പൊന്ന് നേരെ ഒരു ഗ്ലാസ് കള്ളും കുടിച്ച് അത് ഇവൻ കുടിച്ചിട്ടൊന്നുമില്ല. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഇല്ല, ഇവനെ കുടിച്ചിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഷാപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടേ അവിടെ എന്തോ എവിടെയാന്ന് മണക്കടവ് നീലക്കായോ. ഇപ്പം വെള്ളമൊന്നും ഉണ്ടാവില്ല, വെറുതെ കാണാൻ പോന്നെയാ. എന്തായാലും കാനങ്ങനെ വന്നല്ലേ. ആടാ അത് കിട്ടിയില്ല, പക്ഷേ ചോട്ട പെരങ്ങി വീണോളൂ. ഇതാ അടുത്ത ആള് എന്നാ സ്ലിപ്പ് ഓൺസ് എല്ലാം പെരങ്ങി അടിച്ച് വീഴും കേട്ടാ. സ്ലൈഡ് ഇട്ടു കേട്ടാ. നമ്മള് ട്രക്കിങ്ങിന് എപ്പം പോകുമ്പോ ഷൂ മസ്റ്റാ. അതിപ്പം ട്രക്കിംഗ് ഷൂ ഇല്ലെങ്കിൽ ഒരു വാൻസെങ്കും വേണം മിനിമം. ഇതാ ചോര വന്ന് അടുത്ത ആള് പോകാൻ ചാൻസ് ഇല്ല. ഇവരാണ് എന്റെ കണക്കൂട്ടല്. ചോട്ടയിലെ മാഫിയൊക്കെ ഉണ്ട്. നല്ല വെയിലല്ലേ. സ്കിൻ കെയർ ഇതാ. ഇങ്ങനത്തെ മെയിൻ അറിയിപ്പ് പറയുന്നത് ഇതാ, വെള്ളത്തിൽ ഇറങ്ങിയത് കറക്റ്റാ. ഇപ്പം വലിയ സീനില്ല. മഴക്കാലത്തുള്ള മറ്റേ മൂരി ഒഴുക്കും മറ്റേ ഇതെല്ലാന്ന്. നീലക്കാലത്തേക്ക് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. വെയിലാന്ന്. മൺസൂണ് വന്ന് വിസിറ്റ് ചെയ്യുവോ, വെള്ളത്തിൽ ഒരിക്കലും ഇറങ്ങരുത്. ഇതെല്ലാം പടാവാനുള്ള സീനാണ് അല്ല എന്തോ. പിന്നെ ആ ടൈമിൽ നാട്ടുകാർ ഇറങ്ങാൻ കൂടെ ഇല്ല. നാട്ടുകാർ ഇതിപ്പോൾ ആരെങ്കിലും മരിച്ചാൽ ബോർഡ് എടുക്കാനുള്ള പണിയാണ്. താഴെ വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട്. വേണ്ട വയ്യ വന്ന നായാലും വന്ന് കളി അനങ്ങാണ്ടിക്ക ഓടല്ല. പാവം നായാണ്. അങ്ങനെ നമ്മള് എൻ്റെ പേരെന്താന്ന് നീർക്കട നീലക്ക എത്തിയിട്ടുണ്ട്. നീർക്കടവ് മറ്റേ അഴീക്കോട് സ്ഥലം. ഇതാ മൺസൂണിലല്ല ഇവിടെ ഫുള്ളും വെള്ളം. മറ്റേമാരി ഒഴുക്കില്ല, മാരി ഒഴുക്ക് അങ്ങനെ ഉണ്ടാവുന്നയാ. പിന്നെ നിങ്ങൾ ചെരുപ്പിലിടാണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ബിയറിൻ്റെ ഉപ്പിയും കുറ്റിയിലും ഉണ്ടാവും. എന്താ വെച്ചാൽ ഇത് നല്ല കള്ളുടിക്കാൻ പറ്റിയ സ്പോട്ടായതുകൊണ്ട് ഈ ഈറ്റിങ്ങൾ വന്ന് കള്ളുടിക്കുകയും ചെയ്യും, ഈ കുപ്പി പൊട്ടിക്കുകയും ചെയ്യും. നല്ല വെള്ളം. സ്ഥലം എന്താ പറയാ, ഇൻഫിനിറ്റി പൂള് പോലത്തെ സ്ഥലം, സെറ്റ് സ്ഥലം. നമ്മൾ ഈ ചൂട് കാലത്ത് ഈ ചൂടിന് വരാൻ പറ്റിയ സ്ഥലം. ചൂടിന് 2 ബിയർ അടിച്ച് വീട്ടിലിരിക്കല്ല ലൈഫ്. ഇങ്ങനത്തെ പാടത്തും പരമ്പത്തും തോട്ടിലും സെലറിയാ ഇത് കിടില സ്ഥലം. ഞാൻ ബാക്ക് വ്യൂ കാണിച്ചതിന്റെ ഇത് മറ്റേ പൂള് എന്താ ഇൻഫിനിറ്റി പൂള്. ഇതാ നീർക്കടവിന്റെ നീലക്കായത്തിന്റെ ഇപ്പഴോ. ഇതിന്റെ അപ്പുറം മൊത്തം കർണാടക ഫോറസ്റ്റാ, കർണാടകക്കാരാ. അപ്പുറം ഏതോ ഭാഗത്ത് കർണാടകക്കാരാ, ഇപ്പുറം കേരളക്കാര്. ഇതിപ്പം ആരാ, കേരളക്കാരല്ലേ? നമ്മ കേരളക്കാരാ. ചോട്ട ആടുന്ന് ഫോണെടുത്ത് ചാടാൻ പോകുന്നുണ്ട്. ഉടനെ കാണാമോ? ഇങ്ങോട്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല തിളങ്ങുന്നുണ്ട്. മറ്റേ എന്താ പറയാ, ഈ ചൂട്ടത്തെല്ലാം വരാൻ പറ്റിയ സ്ഥലം. വെയിലൊന്നും വലിയ വെയിലൊന്നുമില്ല, പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇതിലേ നടന്നിട്ടും വരാം, അതിലേ തുള്ളിയിട്ട് വരാം. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഇതാ നമ്മളൊരു കർച്ചീഫ് എടുത്തുകൊണ്ട് തലകോർത്താൻ നന്നായല്ലേ. നമ്മള് നിർത്തി. വെയിലുണ്ട്, ചൂടല്ല, നമുക്ക് പോകാനുണ്ട്. വൈകുന്നേരം പോയിട്ട് പണിക്കെല്ലാം പോകണ്ടോ, അത് കളിക്കാൻ പോണ്ടേ. സൺഡേ ഒരു പ്ലേ മസ്റ്റാ. ഇനി പറയാനില്ലത് ഇനി അടുത്ത ലാസ്റ്റ് പറ്റുമെങ്കിൽ ഇവിടെ വരുക. മഴക്കാലത്ത് ഇവിടെ ചെയ്യാൻ കഴിയില്ല, ഈ സമയം വന്നാൽ സൂപ്പർ കുളിക്കാം. ഇതാ പ്രൈവറ്റ് ഇൻഫിനിറ്റി പൂള് വിത്ത് നാച്ചുറൽ ബ്യൂട്ടി എല്ലാം ഉണ്ട്. സ്വന്തം റിസ്ക് ചെയ്യുക, അത്രേ പറയാനില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി പടായ പിന്നെ അതെന്തോ എഴുതി കാണിക്കണം. അതിൽ നീന്താറിയുന്നത് മാത്രം കിനോ പറഞ്ഞിട്ട് വേണ്ടല്ലേ. നമ്മളിപ്പം ഇതിലേക്ക് കയറുന്നത്, അപ്പുറത്തേക്ക് കയറാൻ പറ്റും, വള്ളത്തിലേക്ക് കയറാൻ പറ്റും. പക്ഷേ ഇതാണ് സേഫ് വഴി.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏകദേശം കഴിഞ്ഞല്ലേ? ഷാപ്പിൽ പോയി നീലക്കയത്ത് പോയി ഇനി വീട്ടിൽ പോവുക, കടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് വട സോറി വിടാ. ഓക്കെ പിന്നെ കാണാം. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യോ, ഫോളോ ചെയ്യോ. ഫോളോ ചെയ്യണ്ട, നിങ്ങൾ കണ്ട മാത്രം മതി. സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ട മാത്രം നല്ല കാര്യം. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യോ, കമന്റ് പറ്റുമെങ്കിൽ ഇടുക. കമന്റ് എന്ന് വെച്ചാല് വെറുതെ അഭിപ്രായം അല്ലെങ്കിൽ ആൾക്കാർ എന്തെല്ലാം പറയും കേട്ടോ, ആൾക്കാരെ കാര്യം. ആൾക്കാര് പലതും പറയൂ, പറയുന്നവർ പറയട്ടെ, ഇന്ന് പറഞ്ഞവർ നാളെയും പറയൂ, മറ്റന്നാളും പറയൂ. അതുകൊണ്ട് അത് പക്ഷെ പരമാവധി നിങ്ങള് വീഡിയോ കാണോ. നമുക്ക് വീഡിയോ വന്നാൽ നമുക്കൊരു സന്തോഷം, ഇത്ര ആള് കണ്ടല്ല എന്ന വലിയ കാര്യം. അല്ലാണ്ട് നിങ്ങൾ ലൈക്ക് ഇട്ടൊന്നും വലിയ കാര്യം, അങ്ങനെയല്ല, ലൈക്ക് ഇട്ടാ അത് വേറെ സന്തോഷം. ഓക്കെ.